Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Evaluate integral 0 to infinity, integral x to infinity, e raised to minus y by y dy dx by reversing the order of integration or changing the order of integration. ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് Ktui ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഡബിൾ ഇന്റഗ്രൽ e raised to minus y by y dx dy. e raised to minus y by y dx dy. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? dy dx ലാണ്. നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ചേഞ്ച് ദ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ dx dy ചെയ്യാം. അപ്പോൾ പുതിയ ലിമിറ്റുകൾ കണ്ടെത്തണം. പുതിയ ലിമിറ്റ് കണ്ടെത്താനായിട്ട് ഇവിടെ നമുക്ക് y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? x ആണ്. y യുടെ അപ്പർ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. x ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. x ന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇത് നാല് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകാം. ഗ്രാഫ് ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. y ഈക്വൽ ടു x എന്നുള്ള ലൈൻ വരയ്ക്കണം. y ഈക്വൽ ടു x എന്നുള്ള ലൈൻ എന്താണ്? നമ്മൾ ഒറിജിനിലൂടെ വരച്ചാൽ ഇതാണ് ലൈൻ. y ഈക്വൽ ടു x എന്നുള്ള ലൈൻ. ഈ y ഈക്വൽ ടു ഇൻഫിനിറ്റി, y ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ വരും, പാരലൽ ടു x ആക്സിസ്. y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ പാരലൽ ടു x ആക്സിസ്. y ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ പാരലൽ ടു x ആക്സിസ്. y ഈക്വൽ ടു 1000 എന്ന് പറഞ്ഞാൽ പാരലൽ ടു. അപ്പോൾ y ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ മുകളിലോട്ടാണ് കയറി പോകും. നമുക്ക് വരയ്ക്കാൻ പറ്റും ഇൻഫിനിറ്റിയാണ്, മുകളിലോട്ട് വരുന്ന ഒരു കേസാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലാക്കാം. ഇനി x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? y ആക്സിസ് ആണ്. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്, ഈ ആക്സിസ് ആണ്. ഇനി x ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്ന് പറഞ്ഞാൽ പാരലൽ ടു y ആക്സിസ്. അപ്പൊ x ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇതിന് എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ, അതായത് y ഈക്വൽ ടു x നും y ഈക്വൽ ടു ഇൻഫിനിറ്റിക്കും x ഈക്വൽ ടു 0ക്കും x ഈക്വൽ ടു ഇൻഫിനിറ്റിയും കൂടിക്ക് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതായിരിക്കും? ഇതായിരിക്കും റീജിയൻ. ഈ റീജിയൻ ഇങ്ങനെ റീജിയൻ നമ്മൾ മുകളിലോട്ട് പോകും, മുകളിലോട്ട് കടന്നു പോകും. നമ്മളങ്ങനെ ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഈ 4 കൺസ്റ്റൻസിനും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ നമുക്ക് കിട്ടി. ആ റീജിയൻ ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ x ഈക്വൽ ടു 0 ആണ്. ഇത് മുകളിലോട്ടുള്ള y ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇത് x ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇത് ലൈൻ y ഈക്വൽ ടു x ആണ്. അപ്പൊ നമുക്ക് dx ഡിവൈഡ് ചെയ്യണം. അപ്പൊ x ന്റെ ലിമിറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. x ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സ്ട്രിപ്പ് പാരലൽ ടു x ആക്സിസ്. അപ്പൊ x ആക്സിന്റെ പാരലൽ ആയിട്ട് സ്ട്രിപ്പ് വെച്ചിട്ട് ആ സ്ട്രിപ്പ് ലെഫ്റ്റ് ടച്ച് ചെയ്യുന്ന എവിടെയാ? 0 ആണ്. അപ്പോ x ന്റെ ലോവർ ലിമിറ്റ് എത്ര കിട്ടി? 0. ഇനി റൈറ്റിൽ ടച്ച് ചെയ്യുന്ന എവിടെയാ? ലൈനിലാണ്. അപ്പോ y കിട്ടി. ഇനി y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? y യുടെ ലോവർ ലിമിറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0. അപ്പർ ലിമിറ്റ് എന്താണ്? നമ്മൾ കയറി പോവാണ് അല്ലെ, മുകളിലോട്ട് പോവാണ്. അപ്പൊ എന്ത് വരും? y യുടെ അപ്പർ ലിമിറ്റ്. അപ്പൊ പുതിയ ലിമിറ്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ആദ്യം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus y by y ആരാണ്? കോൺസ്റ്റന്റ് ആണ്. e raised to minus y by y into x. Then 0 to y. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus y by y എന്ന കോൺസ്റ്റന്റ് ആണ്. e raised to minus y by y into 1 ഉണ്ട്. ആ 1 നെ x. Therefore integral 0 to infinity e raised to minus y by y into x നമുക്ക് എന്ത് കൊടുക്കാം? y കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ആണ്. അപ്പൊ നമുക്ക് ഈ y ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് e raised to minus y dy. അടുത്ത സ്റ്റേജിൽ എന്താണ്? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ e raised to minus y by minus 1. ലോവർ ലിമിറ്റ് എന്താണ്? 0, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. അപ്പൊ 1 by minus 1 into ഇവിടെ e raised to minus infinity minus e raised to 0. e raised to minus infinity എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 0 ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. e raised to minus infinity എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. e raised to minus infinity 0 ആണ്. അപ്പോ 1 by ഇവിടെ -1 വരും into 0 minus e raised to 0 എത്രയാണ്? 1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കണം. dy dx ലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ എന്തിൽ ചെയ്തു? dx ഡിവൈഡ് ചെയ്യും. dx ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കണം.
ആ പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചു. y equal to x, y equal to infinity, x equal to 0, x equal to infinity. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. അപ്പൊ ഗ്രാഫ് വരച്ചപ്പോ നമുക്ക് കിട്ടിയ റീജിയൻ ഇതാണ്. ആ റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരച്ചു. പാരലൽ ടു എക്സ് ആക്സിന് പാരലായിട്ട് ഒരു സ്ട്രിപ്പ് വരച്ചു. ഒരു ഇമ്പോർട്ടന്റ് ആണ്. എക്സിന്റെ ലിമിറ്റ് കാണുമ്പോൾ ഡിഎക്സിന്റെ ഫസ്റ്റ് ഡിഎക്സ് ആണെങ്കിൽ ലിമിറ്റ് കാണുമ്പോൾ സ്ട്രിപ്പ് പാരലൽ ടു എക്സ് ആക്സ്. അതിന്റെ ലെഫ്റ്റ് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ലെഫ്റ്റ് ടച്ച് ചെയ്യുന്നത് y ആക്സിലാണ്. അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റ് 0 കിട്ടി. റൈറ്റ് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? y ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് y. ഇനി അതുപോലെ വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0. അപ്പർ ലിമിറ്റ് നമുക്ക് അറിയില്ല, ഇൻഫിനിറ്റി. അപ്പൊ ലോവർ ലിമിറ്റ് കിട്ടി, അപ്പർ ലിമിറ്റ് കിട്ടി, എക്സിന്റെ കിട്ടി, വൈയുടെ കിട്ടി. ഇനി ആദ്യം നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus y by y ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ e raised to minus y by y into x. ഇനി ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് y കൊടുക്കുമ്പോൾ e raised to minus y by y into y. 0 കൊടുക്കേണ്ട ആവശ്യമില്ല, 0 കൊടുക്കുക, 0 തന്നെ. ഈ y കട്ടായി പോകുന്നു. അപ്പൊ e raised to minus y into dy. Then e raised to minus y by minus e raised to minus y നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus y by minus 1. ആ മൈനസ് y യുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതുന്നു. 0 to infinity. 1 by minus 1 പുറത്തേക്ക് എഴുതുന്നു. നമ്മൾ y ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity minus e raised to 0. e raised to minus infinity എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ആണ്. അപ്പൊ 0 minus 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയാണ്? 1 ആണ്. ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇൻഡന്റേഷനിലെ ഒരു ചോദ്യമാണ്. എല്ലാവരും